ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ 2 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് 1 മണിക്കൂർ മുൻപ് വന്ന ഉത്തരവ്. നാളെ വൈകിട്ട് 5 മണിക്ക് പത്മകുമാറിനെ തിരികെ കോടതിയിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ബിജെപിയുടെ ഒരു പ്രതിഷേധവും സ്ഥലത്തുണ്ടാവുകയും ചെയ്തു. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ടുണ്ട്. കണ്ണൻ, അതിനു മുൻപ് പത്മകുമാറിന്റെ ഒരു പ്രതികരണം തേടാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. എന്താണ് പത്മകുമാർ പറഞ്ഞത്? ദൈവതുല്യരുടെ പേരൊക്കെ ഇനി പറയോ? ദൈവതുല്യരായി കാണുന്നവരുടെ പേരിനി പറയോ? മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ പത്മകുമാർ തയ്യാറായില്ല. കണ്ണൻ നായരുണ്ട്. കണ്ണൻ, ഉത്തരം ഇല്ലാതെ പത്മകുമാർ മടങ്ങുകയാണ്. ഇനിയിപ്പോൾ ആരോഗ്യ പരിശോധനയൊക്കെ പൂർത്തിയാക്കിയ ശേഷം SITയുടെ കസ്റ്റഡിയിലേക്ക്. പക്ഷേ അവിടെ ഇതേപോലെ മിണ്ടാതിരിക്കാൻ കഴിയില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാവും. തീർച്ചയായും ചോദ്യങ്ങൾക്ക് ഉത്തരം നേടി തന്നെയാണ് SIT എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചത് ദൈവതുല്യരായിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ പറയുമോ? ദൈവതുല്യരാണ് പല ആൾക്കാരുമെന്നാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പത്മകുമാർ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ദൈവതുല്യരായിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ ഇന്ന് SIT സംഘത്തിൻ്റെ ചോദ്യമുനയ്ക്ക് മുന്നിൽ പറയുമോ എന്നുള്ള ആ ചോദ്യം നമ്മൾ ആവർത്തിച്ചത്. പക്ഷേ ഒരക്ഷരം മിണ്ടാൻ പത്മകുമാർ തയ്യാറായില്ല. ഇന്ന് 11 മണിയോടുകൂടിയാണ് കോടതി നടപടികൾ ആരംഭിച്ചത്. ഏതാണ്ട് 11:30 കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള തീരുമാനം ഉണ്ടായി. അതായത് 2 ദിവസത്തേക്ക് പത്മകുമാറിനെ SITയുടെ കസ്റ്റഡിയിലേക്ക് വിടാനാണ് കൊല്ലം വിജിലൻസ് കോടതി തീരുമാനിച്ചതും. നാളെ വൈകിട്ട് 5 മണിക്ക് അദ്ദേഹത്തെ തിരികെ കൊല്ലം കോടതിയിലേക്ക് എത്തിക്കുകയും വേണം. ആ സമയത്തിനുള്ളിൽ പരമാവധി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ SITക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം. ഈ സംഭവത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എ പത്മകുമാറാണ് എന്നുള്ള മൊഴിയാണ് SITക്ക് മുന്നിലുള്ളത്. മാത്രമല്ല കൃത്യമായിട്ടുള്ള വിവിധ രേഖകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ച കൃത്യമായ പല രേഖകളും SIT മുന്നിലുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ കാട്ടിക്കൊണ്ട് ഈ പത്മകുമാറിനോട് ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് SIT സംഘം ഉള്ളത്. വൈദ്യപരിശോധന പൂർത്തിയായി. അതിനുശേഷം അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് 2 മണിയോടുകൂടി തിരുവനന്തപുരത്തേക്കും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ പത്മകുമാർ നേരിട്ട് SIT സംഘത്തിന് മുന്നിലേക്ക് ഹാജരാകുകയായിരുന്നു. ആ സമയത്ത് മാത്രമാണ് ചില ചോദ്യം ചെയ്യൽ നടന്നത്. പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുകയുമായിരുന്നു. മിനിഞ്ഞാന്നാണ് ഈ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള SITയുടെ ഒരു അപേക്ഷ കോടതിയിലെത്തുന്നത്. അത് ഇന്ന് പരിഗണിക്കുകയും 2 ദിവസത്തേക്ക് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വിടുകയുമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു, വസ്തു ഇടപാടുകളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തന്നെ രേഖകൾ ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ആ രേഖകളും തെളിവുകളും കൂട്ടി ഉള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഇപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് SIT സംഘവും പത്മകുമാറും ഉള്ളത്. വലിയ സുരക്ഷാ സംവിധാനങ്ങളായിരുന്നു പത്മകുമാറിനെ കൊണ്ടുവന്ന സമയത്ത് കോടതി പരിസരത്തുണ്ടായിരുന്നു. കോടതിക്കുള്ളിലേക്ക് മാധ്യമപ്രവർത്തകരെയോ മറ്റ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയോ പ്രവേശിപ്പിക്കാൻ പോലീസ് തയ്യാറായില്ല. അടച്ചിട്ട മുറിയിലാണ് കോടതി നടപടികളെല്ലാം തന്നെ മുന്നോട്ട് നീങ്ങിയത്. അതിനാൽ ഇപ്പോൾ 2 ദിവസത്തേക്ക് പത്മകുമാറിനെ SITയുടെ കസ്റ്റഡിയിലേക്ക് ലഭിച്ചിരിക്കുന്നു. ചോദ്യമുനയിൽ തന്നെയാണ് പത്മകുമാർ ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂത്രധാരൻ, അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന വലിയ ഭക്തനായി ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചെയ്തികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. അതിൻ്റെ കൂടുതൽ തെളിവുകളടക്കം കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുന്നോടിയായി കൂടുതൽ തെളിവുകളടക്കം ശേഖരിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ പത്മകുമാറിൻ്റെ മൊഴിയാണ്. ആ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ രേഖപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ SIT ആ പത്മകുമാറിനെ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് മുൻ MLA കൂടിയായിട്ടുള്ള ഈ പത്മകുമാറിനെ ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് വാങ്ങിയിരിക്കുന്നത്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. 2 ദിവസത്തെ SIT കസ്റ്റഡിയിലാണ് കൊല്ലം വിജിലൻസ് കോടതി എ പത്മകുമാറിനെ വിട്ടിരിക്കുന്നത്. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം SITയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് പത്മകുമാറിനെ കൊണ്ടുപോകും. നാളെ വൈകിട്ട് 5 മണിക്ക് തിരികെ കോടതിയിൽ ഹാജരാക്കുകയും വേണം.